കഴിഞ്ഞ 24-ാം തീയതിയാണ് ഇവിടെ എത്തിയത്. ഇത് ഞാൻ ഒറ്റയ്ക്കാണ് ഇപ്പോൾ വന്നേക്കണേ. ഇത്ര ഒരു ചെറിയ പരിപാടി എന്ന് പറഞ്ഞാൽ ഞാൻ വന്നത് സത്യത്തിൽ ഇത്രയും ഓഡിയൻസ് ഒന്നിച്ച് കാണുന്ന ആദ്യത്തെ സ്റ്റേജാണ്. സത്യം നിങ്ങളുടെ ഈ കൂട്ടായ്മ കാണുമ്പോൾ ഒരുപാട് സന്തോഷം. ഇത് നിങ്ങളുടെ ഒരു സംഘടന പോലെ അല്ല എങ്കിലും ഒരു കൂട്ടായ്മയായിട്ടാണെങ്കിലും കമ്മ്യൂണിറ്റിയാണ്. ഞങ്ങൾക്ക് പ്രസിഡന്റ് ഇല്ല, സെക്രട്ടറി ഇല്ല, പക്ഷേ ഒരു കമ്മ്യൂണിറ്റിയാണ്. 13 മെമ്പേഴ്സ് നയിക്കുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ്. സെക്രട്ടറി പ്രസിഡന്റ് നമ്മൾ അനാഥരാണോ? അനാഥരല്ല. അപ്പോൾ എന്തായാലും എന്തിനാ ഇതുപോലൊരു കൂട്ടായ്മ പോലെ അല്ലേ? അപ്പം നമുക്ക് നമ്മുടെ ഈ ഒരു UK ടൂർ താങ്കൾ എങ്ങനെ കാണുന്നു? എങ്ങനെയുണ്ടായിരുന്നു ആ UK ടൂർ? ഞാൻ നല്ല തണുപ്പുള്ളൊരു സ്ഥലത്ത് നിന്നാണ് വന്നത്. പക്ഷെ ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് ഡോറ് തുറക്കാൻ പാടാത്ത രീതിയിൽ ഐസ് ഒക്കെ ഉണ്ടായിരുന്നു. ജീവിതത്തിൽ ആദ്യമായിട്ടാണ്, പല അമേരിക്കയിലൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഐസ് ഇങ്ങനെ കാണുന്ന ആദ്യമായിട്ടായിരുന്നു. അപ്പോൾ അതൊരു വലിയ ഒരു ഇതായിരുന്നു. ഞാൻ മഞ്ഞുകെട്ടയുടെ മുകളിലൊക്കെ ഇരുന്ന് പാട്ടൊക്കെ പാടി. അത് ഞാനപ്പോൾ ഓർക്കുമായിരുന്നു ഈ ഫ്രീസറിനകത്തിരിക്കണ ഇലയുടെയൊക്കെ അവസ്ഥ. ബിൻസേട്ടൻ നമ്മളെ കണ്ടിട്ടില്ലേ ഐസിന് മുകളിൽ നിന്ന് ഡാൻസ് കളിക്കുന്നത് അല്ലേ? അതുപോലെ ഐസിൽ വന്ന് പാട്ട് പാടുന്നത് ഞാൻ ഫേസ്ബുക്കിൽ ഒരു വീഡിയോയിൽ കാണാനിടയായി. എന്നാലും ബിൻസേട്ടന് ഇവിടെ വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും എന്നോട് ചോദിക്കാൻ പറഞ്ഞൊരു ചോദ്യമുണ്ട്. സ്റ്റാർ മാജിക് എന്ന പരിപാടിയിലൂടെ നമ്മളൊക്കെ കണ്ട സ്റ്റാർ മാജിക്കിൽ ഏറ്റവും കൂടുതൽ ചാട്ടക്കടി കിട്ടിയ ഒരു നിതംബമാണ് ചേട്ടൻ്റെ. അപ്പോൾ ആ ചാട്ട ശരിക്കും ഉള്ളതാണോ അതോ ഇല്ലാതെ അത് ഒറിജിനൽ ആണോ അതോ വേദന എടുക്കുമോ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ എല്ലാവർക്കും ഉണ്ടായിരുന്നു. അപ്പോൾ ബിൻസേട്ടൻ പറഞ്ഞിട്ടുണ്ട് പരിപാടി തീരുന്നതിന് മുമ്പ് അതിനൊരു ആൻസർ തരാം അല്ലേ ബിൻസേട്ടാ? അതെ 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 അതെ. ചാട്ടയ്ക്ക് അത്യാവശ്യം വലിയ വേദനയൊന്നും ഇല്ല. അതായത് ഈ എഡിറ്റിങ്ങിൽ അതിൻ്റെ എഫക്റ്റ് എടുത്തതാണ്. എന്നാലും വേദനയൊക്കെ ഉണ്ട്. ഏറ്റവും കൂടുതൽ അടി കൊണ്ടിട്ടുള്ളത് ഞാനാണ് സ്റ്റാർ മാജിക്കിൽ ചാട്ടയ്ക്ക്. അവിടെ അടി ചെറുതായിട്ട് വേദനയുണ്ട്. എന്നാലും അതിനകത്തൊരു സ്നേഹത്തിൻ്റെ വേദനയാണ്. അതൊരു ഗെയിമിൻ്റെ ഭാഗമായിട്ട് ചെയ്യല്ലേ. അപ്പം നമ്മളിപ്പോൾ ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. നമ്മുടെ ഈ കൂട്ടായ്മയിൽ ഞാൻ വന്നേക്കാണ്. അപ്പം ഞാൻ കുറച്ച് പരിപാടികളൊക്കെ ചെയ്യുമ്പോൾ എൻ്റെ പീറ്റർ ബ്രോയിലെ സഹോദരങ്ങൾ നല്ല കയ്യടി തന്ന് പ്രോത്സാഹിപ്പിക്കണം കേട്ടോ. ഇവിടെ നമ്മളില്ല. അപ്പൊ നമുക്ക് പ്രസിഡന്റ് സെക്രട്ടറി ഞാനും ഒരു അംഗമായി ഇതിനകത്ത്. അതെ. അപ്പം ഞാൻ നമ്മുടെ നാട്ടുകാർക്ക് വേണ്ടിയിട്ട്, നമ്മുടെ സുഹൃത്തുക്കൾക്ക് വേണ്ടിയിട്ട് എല്ലാവരും നല്ല രീതിയിൽ സഹകരിച്ച് ഒരു കയ്യടി തന്നേ. നമ്മുടെ പോരട്ടെ പീറ്റർ ബ്രോയുടെ സ്ട്രെങ്ത് എന്താണ് കാണട്ടെ. കൊടുത്തേരും നല്ല കയ്യടി. എന്തിനാണ് സെക്രട്ടറി പ്രസിഡന്റ് ഒക്കെ ഇതുപോലെ ഈ കൂട്ടായ്മ പോരെ? അപ്പോൾ ഞാൻ 1-2 താരങ്ങളുടെ ശബ്ദം എടുക്കാം. ചേട്ടൻ്റെതാണ് ഞങ്ങൾ സൈഡിലുണ്ടാവും. നിങ്ങളവിടെ നിൽക്കുക പോലെ എനിക്ക് ട്രോളാനാണോ? അപ്പം പേടി കളിയാ. അപ്പം പേടിക്കുള്ള സാധനം വേണമെന്ന് ചോദിച്ചായിരുന്നു. ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ട് മതി എന്ന് പറഞ്ഞു. അപ്പോൾ കഴിഞ്ഞിട്ട് മതി ഉണ്ടാവുമായിരിക്കും, അതുകൊണ്ട് കുഴപ്പമില്ല അല്ലേ? അത് മതി. അപ്പം ഞാൻ നമ്മുടെയൊക്കെ വിട്ടുപിരിഞ്ഞു പോയ പകരം വെക്കാനില്ലാത്തൊരു കലാകാരൻ, ഒരു മിനിറ്റ് അപ്പോൾ ഞാൻ 1-2 താരങ്ങളുടെ ശബ്ദം എടുക്കാം. ഞാനൊരു നടന്മാരെടുക്കുന്ന ആളൊന്നുമല്ല. അപ്പോൾ നമ്മുടെ ഈ കൂട്ടായ്മയിൽ വന്നപ്പോൾ അങ്ങനെ ഒറ്റയ്ക്ക് വന്നതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യണമല്ലോ. അപ്പം അതുകൊണ്ട് ഞാൻ തിരക്കഥ, സംഭാഷണ സംവിധാനം എന്ന നിലകളിലൊക്കെ നമ്മളെയൊക്കെ വിട്ടുപിരിഞ്ഞു പോയ മലയാളത്തിൻ്റെ സ്വകാര്യ അഹങ്കാരം ശ്രീനിവാസൻ ചേട്ടൻ്റെ ശബ്ദം എടുക്കാം. പോകാം. ഞങ്ങൾ ഹോസ്പിറ്റലിലൊക്കെ പോയി കണ്ടു പോന്നു. ചടങ്ങുകൾക്ക് പോകാൻ പറ്റിയില്ല. പ്രോഗ്രാമൊക്കെ ആയിട്ട് ഇങ്ങനെ ഓട്ടത്തിലായിരുന്നു. അപ്പം നമ്മുടെ ആ മലയാളികളായ ഓരോ വ്യക്തികളുടെ അഹങ്കാരമല്ല, ഒരു എളിമയുള്ളൊരു കലാകാരൻ, അദ്ദേഹത്തിൻ്റെ ശബ്ദം ഞാൻ കണ്ടിരിക്കാം, ശ്രമിക്കാം, കൂടെ ഉണ്ടാവും. അമ്മാമയെ കിടിലം കൊള്ളുക്കുന്ന ഒരു പരമരഹസ്യം
പോക്കറ്റിലിട്ട് അമ്മാണമാടിക്കൊണ്ടാണ് ഞാനിന്ന് ഇവിടെ നിൽക്കുന്നത്. എന്തൊക്കെ നോക്കണമാകാനുള്ളായിരുന്നു. പഴം പുഴുങ്ങി വെച്ചിരിക്കുക, കോഴിയെ ഓടിച്ചിട്ട് മുട്ടയിടിക്കുക, ആ കോഴിയുടെ പരിപ്പിളകി കാണുന്നത്. രാധ ഓടരുത്, രാധ നിൽക്കൂ, രാധ കൈയടിക്കാൻ പറഞ്ഞായിരിക്കും.